ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മലയാളികൾക്ക് ബിരിയാണിയോ ഇറച്ചിക്കറിയോ എന്തുമാകട്ടെ, അതിനു മുകളിൽ കുറച്ച് മല്ലിയില വിതറിയില്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല അല്ലേ? ആ സ്വാദും മണവും അതൊന്നു വേറെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ കടകളിൽ നിന്ന് വാങ്ങി കറിയിലിടുന്ന മല്ലിയില, അതിൽ എത്രത്തോളം വിഷമുണ്ടെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ കേട്ടാൽ നമ്മൾ ഞെട്ടും. അത്രയ്ക്കും മാരകമായ കീടനാശിനികളാണ് അതിൽ ഒളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിലേക്ക് കടക്കാം. പണം കൊടുത്ത് നമ്മൾ വിഷം വാങ്ങണോ, അതോ യാതൊരുവിധ രാസവസ്തുക്കളും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയില നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ വളർത്തിയെടുക്കണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സമാധാനം, അത് വേറെ ലെവലാണ് കേട്ടോ. ഒന്ന്, കടയിൽ നിന്ന് വാങ്ങുന്നതിലെ പ്രശ്നം, അതായത് നമ്മുടെ കറികളിലെ ഒളിഞ്ഞിരിക്കുന്ന അപകടം. രണ്ട്, ആവശ്യമായ ലളിതമായ സാധനങ്ങൾ. നമുക്ക് വേണ്ടതെല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ഇതിലേറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ, നമ്മൾ ഇതിനായി വിത്തുകളൊന്നും വാങ്ങാൻ പോകുന്നില്ല. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന മല്ലിയിലയില്ലേ, അതിൻ്റെ വേരോട് കൂടിയ 2 തണ്ടുകൾ മാത്രം മതി. കൂടെ ഒരു വലിയ സവാള, കുറച്ച് ചകിരിച്ചോറ്, പിന്നെ ഉപയോഗശൂന്യമായ ഒരു വലിയ പ്ലാസ്റ്റിക് കുപ്പിയും. ഇത്രയും മതി സംഗതി ഉഷാറാക്കാം. 3, ഉള്ളിപ്പാത്രമാക്കുന്ന രീതി. നിങ്ങളുടെ പ്രകൃതിദത്തമായ ചെടിച്ചട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. ആദ്യം മല്ലിയിലയുടെ ഇലകളെല്ലാം മാറ്റി വേര് മാത്രം മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തുവെച്ച വലിയ സവോളയുണ്ടല്ലോ, അതിന്റെ ഉൾഭാഗം മുഴുവനും ഒരു സ്പൂൺ വെച്ച് ചുരണ്ടിക്കളഞ്ഞ് അതൊരു ചെറിയ പാത്രം പോലെ ആക്കുക. വെള്ളം കെട്ടുനിൽക്കാതെ വാർന്നു പോകാൻ താഴെയായി ചെറിയൊരു ദ്വാരവും ഇട്ടുകൊടുക്കണം. ഇനി ആ വേരോട് കൂടിയ മല്ലിത്തണ്ടുകൾ പതുക്കെ ഈ സവോളയുടെ ഉള്ളിലേക്ക് ഇറക്കിവെക്കുക. സത്യത്തിൽ ഈ സവാള വെറുമൊരു പാത്രമല്ല കേട്ടോ. മല്ലിക്ക് വളരാൻ വേണ്ട ഈർപ്പവും പോഷകങ്ങളും നൽകുന്ന ഒരു മാന്ത്രിക അറ പോലെയാണിത് പ്രവർത്തിക്കുന്നത്. വേരുകൾ അഴുകിപ്പോകാതെ അത് സംരക്ഷിച്ചോടും. ഓക്കേ, അപ്പോ നമ്മുടെ ഉള്ളിപ്പാത്രം റെഡിയായി. ഇനി തയ്യാറാക്കി വെച്ച സവാള എടുത്ത് ചകിരിച്ചോറ് നിറച്ചൊരു ചെടിച്ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ടിതിനു ചുറ്റും മുകളിലായി കുറച്ച് മണ്ണുകൂടി വിതറിക്കൊടുക്കുക. കണ്ടില്ലേ, വളരെ സിമ്പിളായൊരു കാര്യമാണിത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. മല്ലിയുടെ മേൽ മണ്ണാകാതെ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ മണ്ണും ചകിരിച്ചോറുമൊക്കെ ഇടുമ്പോൾ മല്ലിയുടെ ആ തണ്ടിന് മുകളിൽ മണ്ണ് വീഴാൻ പാടില്ല. മണ്ണ് മൂടിപ്പോകരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മുടെ ഈ പ്ലാൻ മുഴുവൻ ഫ്ലോപ്പാവും. അതുകൊണ്ട് അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. 4, പരിചരണം, നനക്കൽ, സൂര്യപ്രകാശം. ഇനി നിങ്ങളുടെ മല്ലിയില വളർത്തുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനി നമ്മൾ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടവിട്ട ദിവസങ്ങളിൽ മാത്രം വളരെ മിതമായ രീതിയിലൊന്ന് നനച്ചു കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമിതമായി വെള്ളം ഒഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ്. ഇതൊരു ചെറിയ ഗ്രീൻ ഹൗസ് ട്രിക്കാണ്. നമ്മൾ നേരത്തെ എടുത്തുവെച്ച പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, അതിന്റെ വായ്ഭാഗം മുറിച്ചുമാറ്റി ഈ മല്ലിത്തണ്ടിനെ മൂടുന്ന വിധത്തിൽ ഒന്ന് കമിഴ്ത്തി വയ്ക്കുക. ചെടിക്ക് ആവശ്യമായ ഈർപ്പം നിലനിർത്താനും പെട്ടെന്ന് വാടിപ്പോകാതെ സംരക്ഷിക്കാനുമുള്ള ഒരു കിടിലൻ സൂത്രപ്പണിയാണിത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെടിക്ക് വളരാൻ പറ്റിയ ഒരു അടിപൊളി ക്ലൈമറ്റ് ഇതുണ്ടാക്കിക്കൊടുക്കും. ഇനി ഇതിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. ചെടി നട്ട ഉടനെ തന്നെ കൊണ്ടുപോയി വെയിലത്ത് വെക്കരുത് കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇത് തണലത്ത് തന്നെ ഇരിക്കട്ടെ. കുറച്ച് കഴിയുമ്പോൾ ഈ തണ്ടുകളിൽ നിന്ന് ചെറിയ പച്ച ഇലകൾ പതുക്കെ എത്തിനോക്കുന്നത് നിങ്ങൾക്ക് കാണാം. ആഹാ, ആ ഇലകൾ വന്നു തുടങ്ങുമ്പോൾ മാത്രം ചെടിചട്ടിയെടുത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന വെയിലുള്ളയിടത്തേക്ക് മാറ്റാം. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മല്ലിയിലയുടെ വെറും വേരുകളിൽ നിന്ന് തികച്ചും സുരക്ഷിതമായ പുതിയ മല്ലിയില വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെയെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ അടുക്കളയിൽ വെറുതെ കളയുന്ന മറ്റെന്തൊക്കെ അവശിഷ്ടങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും വളർത്തിയെടുക്കാൻ കഴിയും? ഈ ഒരു എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് പുതിയൊരു ഐഡിയ തന്നു എന്ന് വിശ്വസിക്കുന്നു. വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക, ആരോഗ്യം സംരക്ഷിക്കുക, അത് നമ്മുടെ സ്വന്തം കൈകളിൽ തന്നെയാണ്. അപ്പോൾ അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണുന്നതുവരെ ബൈ.